സഭാ വാർത്തകൾ ആരംഭിക്കുന്നു. അറിയാം കേരള സഭയുടെ സ്പന്ദനങ്ങൾ വേഗത്തിൽ. വിവിധ മേഖലകളിലെ സമഗ്ര വികസനത്തിനായി മനുഷ്യ വിഭവശേഷിയെ ക്രിയാത്മകമായും ലക്ഷ്യബോധത്തോടെയും ഉപയോഗിക്കണമെന്ന് ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ആവശ്യപ്പെട്ടു. കോട്ടപ്പുറം രൂപതയിലെ മിനിസ്ട്രി കോർഡിനേറ്റർമാരുടെ യോഗം വികാസ് ആൽബർട്ടൈൻ ആനിമേഷൻ സെന്ററിൽ വെച്ച് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അഭിവന്യ പിതാവ്. കോട്ടപ്പുറം രൂപതയുടെ സമഗ്ര വളർച്ചയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ വിവിധ ശുശ്രൂഷാ ഭാഗങ്ങളുടെ നേതൃത്വത്തിൽ നടപ്പാക്കുവാനും ബിഷപ്പ് ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ആഹ്വാനം ചെയ്തു. ഈശോ നമ്മുടെ സഹയാത്രികനായി മാറിയാൽ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ദൈവകരുണയും അനുഭവിക്കാനാകുമെന്ന് കോതമംഗലം ബിഷപ്പ് മാർ ജോർജ് മടത്തുകണ്ടത്തിൽ. ഡിവൈൻ മേഴ്സി ശ്രൈനിൽ ദൈവകരുണാനുഭവ കൺവെൻഷൻ 2ാം ദിവസം ആമുഖ സന്ദേശം നൽകുകയായിരുന്നു അദ്ദേഹം. മറ്റുള്ളവരിൽ മറഞ്ഞിരിക്കുന്ന കർത്താവിന്റെ സാന്നിധ്യം കണ്ടെത്താൻ കഴിഞ്ഞാൽ ദൈവകരുണ ആഴത്തിൽ അനുഭവിക്കുവാനും ദൈവാനുഭവത്തിലേക്ക് കടന്നു വരുവാനും നമുക്ക് കഴിയുമെന്നും ബിഷപ്പ് കൂട്ടിച്ചേർത്തു. കാക്കനാട് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ ക്രമസമാധാന പ്രശ്നങ്ങളില്ലെന്ന് പോലീസ് ഉറപ്പുവരുത്തണമെന്ന് ഹൈക്കോടതി. ഒരേ പള്ളിയുടെ ഭാഗമായ വിശ്വാസികൾ തമ്മിലുള്ള ഏറ്റുമുട്ടൽ പരിഷ്കൃത സമൂഹത്തിന് ഉൾക്കൊള്ളാനാകില്ലെന്ന നിരീക്ഷണത്തോടെയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റെ ഉത്തരവിറക്കിയത്. ഏകീകൃത കുർബാനയും മറ്റു ക്രമങ്ങളും നടത്താൻ വൈദികർക്ക് സംരക്ഷണം നൽകാൻ നിർദ്ദേശിക്കണമെന്ന് ആവശ്യപ്പെട്ട് പള്ളി വികാരി ഫാദർ ആന്റണി മാങ്കുറിയിൽ നൽകിയ ഹർജി പരിഗണിച്ചാണ് കോടതി ഉത്തരവ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സീറോ മലബാർ സഭയുടെ ഔദ്യോഗിക നിലപാടുകൾ പങ്കുവച്ച് മീഡിയ കമ്മീഷൻ സെക്രട്ടറി ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര രംഗത്ത്. വിശ്വാസികൾ പ്രബുദ്ധരാണെന്നും രാഷ്ട്രീയ വിദ്യാഭ്യാസമുള്ള സാംസ്കാരികമായി ഔന്നത്യമുള്ള ജനങ്ങളാണ് തെരഞ്ഞെടുപ്പിൽ വോട്ടവകാശം വിനിയോഗിക്കുന്നതെന്നും ഫാദർ ഡോക്ടർ ആന്റണി വടക്കേക്കര പറഞ്ഞു. അതിനാൽ തന്നെ സഭാ നേതൃത്വം ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനത്തിനോ ഏതെങ്കിലും സ്ഥാനാർത്ഥിക്കോ മുന്നണിക്കോ വോട്ട് ചെയ്യണമെന്ന് പറയേണ്ട സാഹചര്യമല്ല. അത് കാലാകാലങ്ങളായി സഭ പുലർത്തി വരുന്ന നിലപാടാണെന്നും അതിൽ ഇപ്പോഴും വ്യത്യാസങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചങ്ങനാശ്ശേരി അതിരൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും തൊഴിലാളി സംഗമവും സംഘടിപ്പിക്കുന്നു. തൊഴിലാളി ദിനമായ മെയ് 1-ാം തീയതി വൈകുന്നേരം 3 മണിക്ക് അരമണപ്പടിക്കൽ നിന്നും SB കോളേജ് ആർച്ച് ബിഷപ്പ് കാവുക്കാട്ട് ഹാളിലേക്കാണ് റാലി സംഘടിപ്പിക്കുന്നത്. മാവേലിക്കര ഭദ്രാസനത്തിലെ തിരുഹൃദയ മലങ്കര സുറിയാനി കത്തോലിക്ക പള്ളിയുടെ ശിലാസ്ഥാപനം ഏപ്രിൽ 7-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് നടത്തപ്പെടും. മാവേലിക്കര ഭദ്രാസന അധ്യക്ഷൻ അഭിവന്ദ ഡോക്ടർ ജോഷ്യ മാർ ഇഗ്നാത്യോസിന്റെ മുഖ്യ കാർമ്മികത്വത്തിലായിരിക്കും പള്ളിയുടെ ശിലാസ്ഥാപനം നടത്തപ്പെടുക. താമരശ്ശേരി രൂപത KCYM-ന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന മേഖല യൂത്ത് കോൺഫറൻസിന്റെ രൂപത തല ഉദ്ഘാടനം ഏപ്രിൽ 6-ന് ദേവഗിരി ആശാഗ്രൻ സ്കൂളിൽ വെച്ച് നടത്തപ്പെടുന്നു. താമരശ്ശേരി രൂപത ബിഷപ്പ് മാർ റമജിയോസ് ഇഞ്ചനാനിയിൽ ഉദ്ഘാടനം നിർവഹിക്കും. MK രാഘവൻ MP ചടങ്ങിൽ മുഖ്യാതിഥിയാകും. ക്രൈസ്തവ അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിക്കൊണ്ട് KCYM സംസ്ഥാന സമിതി 2024 പ്രവർത്തന വർഷത്തിന് ഔദ്യോഗികമായി ആരംഭം കുറിക്കുന്നു. ഏപ്രിൽ 7-ന് 2 മണിക്ക് പ്രവർത്തന വർഷ ഉദ്ഘാടനവും കർമ്മ പദ്ധതി പ്രകാശനവും നടത്തപ്പെടും. പാലാ അൻപൂർസിൽ പാസ്റ്റൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വെച്ചാണ് പരിപാടി നടക്കുക. KCYM പാലാ രൂപതയുടെ ആതിഥേയത്തിൽ നടത്തപ്പെടുന്ന പരിപാടിയുടെ ഉദ്ഘാടനം രൂപത അധ്യക്ഷൻ അഭിവന്യമാർ ജോസഫ് കല്ലറങ്ങാട്ട് പിതാവ് നിർവഹിക്കും. സഭയുടെ നിയന്ത്രണത്തിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ക്രൈസ്തവ മൂല്യങ്ങൾ ഉൾക്കൊണ്ട് വിദ്യാർത്ഥികളും അധ്യാപകരും പെരുമാറണമെന്ന് CBCI എല്ലാ മതവിഭാഗങ്ങളെയും ഒരുപോലെ പരിഗണിക്കണമെന്നും മറ്റു മതവിഭാഗങ്ങളെ അംഗീകരിക്കണമെന്നുമാണ് CBCI വിദ്യാഭ്യാസ വിഭാഗം പുറത്തിറക്കിയ മാർഗനിർദ്ദേശത്തിൽ പറയുന്നത്. ഇതര മതസ്ഥരായ കുട്ടികളിലേക്ക് ക്രൈസ്തവ മതബോധനങ്ങൾ പ്രചരിപ്പിക്കരുതെന്നും സ്കൂളുകളിൽ ന്യൂനപക്ഷ സർട്ടിഫിക്കറ്റ് പ്രദർശിപ്പിക്കണമെന്നും സർക്കുലറിൽ പറയുന്നുണ്ട്. കൂടാതെ ഇതര മതത്തിൽപ്പെട്ട കുട്ടികൾക്കായി പ്രത്യേക പ്രാർത്ഥനാ മുറികൾ നൽകണമെന്നും കുട്ടികൾക്ക് ലഭ്യമാക്കുന്ന ശൗചാലയം, കുടിവെള്ളം എന്നിവ സംബന്ധിച്ച് പ്രത്യേക നിരീക്ഷണം വേണമെന്നും CBCI വിദ്യാഭ്യാസ വിഭാഗം വ്യക്തമാക്കി. വിശുദ്ധ തോമസ് ശ്ലീഹായുടെ തിരുശേഷിപ്പ് പ്രതിഷ്ഠിതമായ കോളക്കാട് സെന്റ് തോമസ് പള്ളിയെ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ നാമധേയത്തിലുള്ള തീർത്ഥാടന കേന്ദ്രമായി പ്രഖ്യാപിച്ചു. ഇടവക സ്ഥാപനത്തിന്റെ 60-ാം വർഷ തിരുനാൾ ദിനത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി തിരിതെളിച്ച് സന്ദേശം നൽകി. തുടർന്ന് മുൻ വികാരി ഫാദർ മാത്യു പാലമറ്റം അതിരൂപത അധ്യക്ഷന്റെ ഡിഗ്രി ദിവ്യബലി ബദ്ധി വായിച്ചു. ഇന്ന് തലശ്ശേരി അതിരൂപതയുടെ പ്രഥമ മെത്രാൻ മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളിയുടെ 18-ാം ചരമവാർഷിക ദിനം. 35 വർഷം തലശ്ശേരി രൂപതയുടെ മെത്രാനായിരുന്ന മാർ സെബാസ്റ്റ്യൻ വള്ളോപ്പിള്ളി 2006 ഏപ്രിൽ 4-നാണ് അന്തരിച്ചത്. മലബാറിന്റെ മോസസ് ഗാന്ധിയൻ ബിഷപ്പ്, കുടിയേറ്റ ജനതയുടെ പിതാവ് തുടങ്ങി പല വിശേഷണങ്ങളിൽ അറിയപ്പെട്ട ആധ്യാത്മിക തേജസ്സായിരുന്നു മാർ വള്ളോപ്പിള്ളി പിതാവ്.
പിതാവിന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് തലശ്ശേരി അതിരൂപതയിലെ എല്ലാ ഇടവകകളിലും അനുസ്മരണ പ്രാർത്ഥന നടത്തി. കാരിത്താസ് ഹോസ്പിറ്റലിൽ ക്രിട്ടിക്കൽ കെയർ മെഡിസിൻ വിഭാഗത്തിന്റെ ലോഞ്ചിംഗ് നടത്തി. രാഷ്ട്രദീപിക ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഫാദർ ബെന്നി മുണ്ടനാട്ട് ക്രിട്ടിക്കൽ കെയർ വിഭാഗത്തിന്റെ ശിലാഫലകം അനാച്ഛാദനം ചെയ്ത് ഉദ്ഘാടനം നിർവഹിച്ചു. കാരിത്താസ് ഹോസ്പിറ്റൽ ആൻഡ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്ത് സയൻസ് ഡയറക്ടർ റവറന്റ് ഡോക്ടർ ബിനു കുന്നത്ത് അധ്യക്ഷത വഹിച്ചു. വിശുദ്ധ ബൈബിൾ മലയാളത്തിലും തമിഴിലും ഇംഗ്ലീഷിലും കൈകൊണ്ട് പകർത്തി എഴുതിയ അധ്യാപികയ്ക്ക് ആദരം നൽകി. വളത്താങ്കര മറിയൻ തീർത്ഥാടന ദേവാലയ അംഗവും കാഞ്ഞിരംകുളം PKS ഹയർ സെക്കൻഡറി സ്കൂളിലെ സുവോളജി വിഭാഗം അധ്യാപികയുമായ E. അജയെയാണ് നെയ്യാറ്റിൻകര അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ് സംഘടിപ്പിച്ച ചടങ്ങിൽ ആദരിച്ചത്. ലോക്ക്ഡൌൺ കാലത്താണ് അജി ബൈബിൾ പകർത്തിയെഴുത്തിന് തുടക്കം കുറിച്ചത്. 3 ഭാഷകളിലെയും ബൈബിളിലെ പകർത്തിയെഴുത്തുകൾക്ക് 3000-ലധികം പേജുകൾ വീതമുണ്ട്. ദേവദാസൻ തിയോഫിനച്ചന്റെ 56ാം ചരമവാർഷികം പൊന്നുരുന്നി കപ്പൂസിനാശ്രമത്തിൽ നടന്നു. രാവിലെ 9-ന് നടന്ന പൊന്തിഫിക്കൽ സമൂഹ ബലിയിൽ വരാപ്പുഴ ആർച്ച് ബിഷപ്പ് ഡോക്ടർ ജോസഫ് കളത്തിപ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബോബി ജോസ് കട്ടിക്കാട് വചന സന്ദേശം നൽകി. വൈകുന്നേരം 6-ന് നടക്കുന്ന പൊന്തിഫിക്കൽ സമൂഹ ബലിക്ക് ആർച്ച് ബിഷപ്പ് ഡോക്ടർ ഫ്രാൻസിസ് കല്ലറയ്ക്കൽ മുഖ്യ കാർമ്മികത്വം വഹിക്കുകയും ഫാദർ വർഗീസ് ചെമ്പോളി വചന സന്ദേശം നൽകുകയും ചെയ്യും. സീറോ മലബാർ സഭയുടെ പൊന്തിഫിക്കൽ ഡെലിഗേറ്റ് ആയിരുന്ന മാർ അബ്രഹാം കാട്ടമന പിതാവിന്റെ 29ാം ചരമവാർഷിക ദിനം ആചരിച്ചു. മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവ് വിശുദ്ധ കുർബാന അർപ്പിക്കുകയും ഒപ്പീസ് ചൊല്ലുകയും ചെയ്തു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയിൽ കുട്ടികളുടെ കൂട്ടായ്മയായ മലങ്കര കാത്തലിക് ചിൽഡ്രൻസ് ലീഗ് MCCL തിരുവല്ല അതിരൂപതയുടെ പുതിയ ഭാരവാഹികൾ സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവല്ല അതിരൂപത അധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് തോമസ് മാർ കൂറുലോസ് പിതാവിന് മുൻപാകെ സത്യപ്രതിജ്ഞ ചെയ്താണ് പുതിയ ഭാരവാഹികൾ ശുശ്രൂഷയിലേക്കും ഉത്തരവാദിത്തത്തിലേക്കും പ്രവേശിച്ചത്. ഏപ്രിൽ 6-ന് ശനിയാഴ്ച ഗോൾവേയിൽ നടക്കുന്ന SMYM ഗോൾവേ റീജിയൻ യൂത്ത് മീറ്റ് അലൈവ് 24ന്റെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. ശനിയാഴ്ച രാവിലെ 9 മുതൽ വൈകിട്ട് 4 വരെ നടക്കുന്ന പരിപാടിയിൽ ഗോൾവേ റീജിയണിലെ ഇടവകളിൽ നിന്നും ഡബ്ലിൻ, കോർക്ക് റീജിയനുകളിൽ നിന്നുമായി 200-ലധികം യുവജനങ്ങൾ പങ്കെടുക്കും. യൂത്ത് മീറ്റിനോടനുബന്ധിച്ച് വിശുദ്ധ കുർബാന, ഗ്രൂപ്പ് ഡിസ്കഷൻസ്, ആരാധന, ഗെയിംസ് തുടങ്ങിയവ ഉണ്ടായിരിക്കുന്നതാണ്. യൂറോപ്പിലെ സീറോ മലബാർ അപ്പോസ്റ്റലിക് വിസിറ്റേറ്റർ അഭിവന്യ ബിഷപ്പ് മാർ സ്റ്റീഫൻ ചെറുപ്പണത്ത് പിതാവ് യൂത്ത് മീറ്റിൽ പങ്കെടുക്കുകയും ജനസൈസ് ബാൻഡ് ലൈവ് ഷോ ഉദ്ഘാടനം ചെയ്യുകയും ചെയ്യും. കോട്ടപ്പന രൂപത ദൈവവിളി ക്യാമ്പ് മണലിക്കാട് സെന്റ് ഫ്രാൻസിസ് അസീസി മൈനർ സെമിനാരിയിൽ ആരംഭിച്ചു. കോട്ടപ്പന രൂപത വികാരി ജനറൽ മോൺസിഞ്ഞർ റോക്കി റോബി കളത്തിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. മൈനർ സെമിനാരി റെക്ടർ ഫാദർ തോമസ് കോളരിക്കൽ സ്വാഗതം ആശംസിച്ചു. രൂപത വൊക്കേഷൻ പ്രൊമോട്ടർ ഫാദർ നോയൽ കുരിശിങ്ങൽ ആമുഖ സന്ദേശം നൽകി. മൈനർ സെമിനാരി വൈസ് റെക്ടർ റവറന്റ് ഡോക്ടർ ബെന്നി ചിറമേൽ, ബ്രദർ ഷൈജു എന്നിവർ സംസാരിച്ചു. രൂപതയുടെ വിവിധ ഇടവകളിൽ നിന്നായി 100ഓളം ആൺകുട്ടികൾ ക്യാമ്പിൽ പങ്കെടുക്കുന്നുണ്ട്. SMYM KCYM പാലാ രൂപതയുടെയും SMYM ഇലഞ്ഞി ഫൊറോനയുടെയും യൂണിറ്റിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ചരിത്ര സിംബോസിയം നടത്തപ്പെടുന്നു. ചരിത്രം അറിയുക, ചരിത്രബോധമുള്ളവരാകുക എന്ന ലക്ഷ്യവുമായാണ് ചരിത്ര സിംബോസിയം നടത്തപ്പെടുന്നത്. ഏപ്രിൽ 10-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് സെന്റ് പീറ്റേഴ്സ് സെന്റ് പോൾ ഫൊറോന ദേവാലയം ഇലഞ്ഞിയിൽ വെച്ചാണ് പരിപാടി. മലബാർ ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ അന്നദാന പദ്ധതിയുടെ ഭാഗമായി നിലമ്പൂർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ രോഗികൾക്ക് ഭക്ഷണം വിതരണം ചെയ്തു. 1 മാസമായി നടന്നുവരുന്ന അന്നദാന പദ്ധതിയുടെ ഭാഗമായി ഭദ്രാസന യുവജന പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലും വിവിധ സെന്ററുകളുടെ നേതൃത്വത്തിലും വിവിധ സ്ഥലങ്ങളിലായി അന്നദാനം നടത്തിയിരുന്നു. KCYM കൊല്ലം രൂപതാ സമിതിയുടെ നേതൃത്വത്തിൽ എനർജിയ ഫൊറോണ സന്ദർശനങ്ങൾക്ക് തുടക്കമായി. രൂപതയിലെ 8 ഫൊറോണകളുടെയും ശാക്തീകരണവും ഉന്നമനവും ലക്ഷ്യം വെച്ച് നടത്തുന്ന എനർജിയ ഫൊറോണ സന്ദർശനം ചവറ സൗത്ത് ഫൊറോണയിൽ ആരംഭം കുറിച്ചു. ഫൊറോണ സമിതികളുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുകയും മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്യുകയും രൂപത ഫൊറോണ യൂണിറ്റ് തലങ്ങളിൽ പ്രവർത്തനങ്ങൾ നടക്കേണ്ടതിന്റെ പ്രാധാന്യം ചർച്ച ചെയ്യുകയും ചെയ്തു. ഗ്രേസ് ഫെസ്റ്റിന്റെ ഇരിങ്ങാലക്കുട രൂപതതല ഉദ്ഘാടനവും കല്ലീറ്റുംകര ഇൻഫന്റ് ജീസസ് ഇടവകളിൽ വെച്ച് അഭിവന്യമാർ പോളി കണ്ണുകാണൻ പിതാവ് നിർവഹിച്ചു. ദൈവം നൽകുന്ന അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനും കുറവുകളിൽ ദൈവത്തിന്റെ കരം പിടിക്കുവാനും ഈശോയുമായി ചങ്ങാത്തം കൂടുവാനും പരസ്പരം നല്ല സൗഹൃദങ്ങൾ വളർത്തുവാനും സഹായിക്കുന്ന ദിനങ്ങളാണ് ഗ്രേസ് ഫെസ്റ്റ് എന്ന് അഭിവന്യ പിതാവ് ഉദ്ഘാടന പ്രസംഗത്തിൽ ഓർമ്മിപ്പിച്ചു. 3 ദിവസങ്ങളിലായി നടക്കുന്ന ഗ്രേസ് ഫെസ്റ്റിന്റെ വിഷയങ്ങളെക്കുറിച്ചുള്ള അറിവുകളും
ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും അടങ്ങിയ ഗ്രേസ് ഫസ്റ്റ് പുസ്തകം അഭിമന്യ പിതാവ് പ്രകാശനം ചെയ്തു. അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ പള്ളിയിലെ ചരിത്ര പ്രസിദ്ധമായ പുതുഞ്ഞാറ് തിരുനാളിന് കൊടിയേറി. പുതുഞ്ഞാറ് തിരുനാൾ ദിനമായ 7-ന് രാവിലെ 5:30-നും 7-നും വിശുദ്ധ കുർബാനയും 9:30-ന് ആഘോഷപൂർവമായ തിരുനാൾ കുർബാനയും ഉണ്ടാകും. വൈകുന്നേരം 5-ന് താഴത്തെ പള്ളിയിലേക്ക് പൊൻപണം എത്തിച്ചേരും. CCBA കമ്മീഷൻ ഫോർ തിയോളജി ആൻഡ് ഡോക്ടറിന്റെ എക്സിക്യൂട്ടീവ് സെക്രട്ടറി റവറൻഡ് ഡോക്ടർ ഗിൽബർട്ട് ഡി ലിമയെ മുംബൈ സെന്റ് പയസ് എക്സ് മേജർ സെമിനാരിയുടെ റെക്ടറായി നിയമിച്ചു. ഇന്ത്യയിലും വിദേശത്തുമുള്ള വിവിധ സഭാ സർവകലാശാലകളിൽ 34 വർഷത്തെ അധ്യാപന പരിചയമുള്ള വ്യക്തിയാണ് റവറൻഡ് ഡോക്ടർ ഗിൽബർട്ട് ഡി ലിമ. റോമിലെ പൊന്തിഫിക്കൽ അർബൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് ഫാദർ ഗിൽബർട്ട് ഡി ലിമ സിസ്റ്റമാറ്റിക് തിയോളജിയിൽ ഡോക്ടറേറ്റ് നേടിയത്. മിഷനെ അറിയാനും സ്നേഹിക്കാനും വളർത്താനുമായി ഫിയാറ്റ് മിഷൻ സംഘടിപ്പിക്കുന്ന 5ാമത് മിഷൻ ഗ്യാതറിംഗ് ഏപ്രിൽ 10 മുതൽ 14 വരെ നടത്തപ്പെടും. മിഷൻ എക്സിബിഷൻ മിഷനെ കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ളവർക്കായി മലയാളത്തിലും ഇംഗ്ലീഷിലും സംഘടിപ്പിക്കുന്ന മിഷൻ ധ്യാനം, ലോക പ്രശസ്ത ധ്യാനഗുരുക്കന്മാർ നയിക്കുന്ന വൈദിക ദാനം, മിഷൻ രൂപതകളിലെ പിതാക്കന്മാരുമായി നേരിട്ട് സംവദിക്കാനുള്ള അവസരം, കൂടാതെ മിഷൻ അവാർഡ് സെറിമണി തുടങ്ങിയവയും മിഷൻ ഗ്യാതറിംഗിനോടനുബന്ധിച്ച് നടത്തപ്പെടുന്നുണ്ട്.